കളിച്ചുകൊണ്ടിരുന്നു അങ്ങനെയൊക്കെ അതേ പറ്റുള്ളൂ. അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ നമ്മുടെ എന്താ പറയുക, പെരുന്നാൾ പർച്ചേസൊക്കെ കഴിഞ്ഞോ? നമ്മളിതാ ഇന്ന് ഒരു പർച്ചേസിന് പോവാണ് കേട്ടോ. നമ്മുടെ കഹാനിയിലോട്ടല്ല, കഹാനിയിൽ പിന്നെ നമുക്ക് മാത്രമല്ലേ കിട്ടുള്ളൂ, പക്ഷേ കുട്ടികൾക്കും ഉമ്മാക്കും എല്ലാവർക്കും എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാലക്കാട്ടിലോട്ട് പോവാണ് കേട്ടോ, ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെയൊക്കെ പർച്ചേസ് കഴിഞ്ഞു വെച്ചാൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കുറച്ച് ദിവസമായില്ലേ നമ്മുടെ ഡെയിലി വീഡിയോ ഇട്ടിട്ട്. ഞാൻ എന്തായാലും ഡെയിലി വീഡിയോ ആയിട്ട് വരും. കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മളെ എപ്പോഴും അടുക്കളയും ഭയങ്കര ഇഷ്ടമാണ്, അരങ്ങത്തും ഭയങ്കര ഇഷ്ടമാണ്. അതായത് എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അതെൻ്റെ ലൈഫിൽ നിന്ന് എന്തായാലും പോവില്ല. എൻ്റെ ചാനലിൽ നമ്മുടെ ഡെയിലി വ്ളോഗ് എന്തായാലും വരും. ഇതേപോലെ FBയിലും ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ജിനിത്താൻ്റെ പഴയ വീഡിയോസ് നമുക്ക് ആവുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പഴയ വീഡിയോസും പഴയ വ്ളോഗും അടിച്ചു വാരലും ഒക്കെ ആയിട്ട് ഞാൻ വരും കേട്ടോ. അതൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റൈൽ യൂണിയനിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ എനിക്ക് പൊതുവേ ഇഷ്ടമാണ്, കുട്ടികളുടെ ഡ്രസ്സാണെങ്കിലും നമുക്ക് പറ്റിയ ഡ്രസ്സും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഓർണമെൻറ്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ ഇപ്പം എന്തായാലും ഇടൂല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ അവരുടെ ലിപ്സ്റ്റിക് സെക്ഷനാണിത്. അവിടെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ എന്തായാലും ലിപ്സ്റ്റിക് ഉണ്ട്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇടണോ വേണ്ടിയോ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനിലാണ്. അതിട്ട് ശീലമായപ്പോൾ അതില്ലാണ്ടോട്ട് പറ്റണമില്ല. പക്ഷേ ഞാനൊരു ബീട്രൂട്ടിൻ്റെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ലേഡി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അവരുടെ അടുത്തൊന്ന് ഓർഡർ ആക്കണം. കാരണം ഈ പിഗ്മെൻറ്റേഷനൊക്കെ വന്നിട്ട് ഒരുമാതിരി ആകുന്നുണ്ട് നമുക്ക്. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ 3rd ഫ്ലോറിലാണ് കുട്ടികളുടെ ഇത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറിപ്പോയി. ഇതെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, പ്രിൻ്റഡ് അതുപോലെ കളേഴ്സൊക്കെ ഉണ്ട്. ഞാൻ റിഹാനോട് കളർ എടുക്കാൻ പറഞ്ഞു കേട്ടോ ഇപ്രാവശ്യം. പക്ഷെ അവന് കേട്ടില്ല, അവനക്ക് പ്രിൻ്റ് തന്നെ വേണം അത്രേ. അപ്പോൾ ഞാൻ ടീഷർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ടീഷർട്ടൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. എൻ്റെ ബ്രദറൊക്കെ അവിടെ നിന്ന് ഇട്ടിട്ട് വരുന്ന ടൈപ്പ്. പൊതുവേ എനിക്ക് ഓവർസൈസ് ഡ്രസ്സുകൾ പിള്ളേർക്ക് ഇട്ട് കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ്, അവർക്കും ഇഷ്ടമാണത്. അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഈ ഷർട്ടുകളൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ പിള്ളേരെ എടുത്തില്ല, വെറുതെ നോക്കി കാണിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അവരെടുത്തില്ല, അവർക്ക് മറ്റേ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ താത്ത ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. ഓക്കെ, എവിടെ വെച്ചിട്ടാണ് കണ്ടത്? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു മുത്തേ, സൂപ്പർ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് കോയമ്പത്തൂരിലോട്ട് ചോദിച്ചിട്ടുണ്ട്. 10-20 കിലോമീറ്റർ ഉണ്ടാവുമെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. പിന്നെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കോയമ്പത്തൂർ കേരള പോലെ ആണെന്നോ മനസ്സിലായില്ല എന്താണോ ഉദ്ദേശിച്ചതെന്ന്. റോഡിൻ്റെ പറഞ്ഞപ്പോഴാണോ? ഓക്കെ. കാലിക്കറ്റ് ആണോ ജിനി? ഒരാൾ കറക്റ്റ് ആൻസർ തന്നിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മുടെ ഫുഡുകളുടെ നാട് എന്ന് പറഞ്ഞാൽ തന്നെ കാലിക്കറ്റ് അല്ലേ. അപ്പോൾ ഇനി മുതൽ ജിനി കഹാനിയിലാണോ നിൽക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, വല്ലപ്പോഴും പോകും ഇൻഷാ അല്ലാ. പോകാണ്ടിരിക്കില്ല വല്ലപ്പോഴും, അല്ലാണ്ട് ഡെയിലി പോയി വരൽ നമുക്ക് നടക്കില്ല. ലോങ് അല്ലേ, അപ്പോൾ ഡെയിലി പോയി വരൽ നടക്കില്ല കേട്ടോ. പിന്നെ അല്ല പാലക്കാട് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, നമ്മുടെ കോഴിക്കോടാണ് കേട്ടോ സംഭവം. കാലിക്കറ്റ് അല്ലേ ജിനി? അതെ, കാലിക്കറ്റ് തന്നെ. 2 ആൻസർ കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാലിക്കറ്റ് തന്നെയാണ് കേട്ടോ സംഭവം ഉള്ളത്. ഇൻഷാ അല്ലാ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഞാൻ എന്തായാലും വ്ളോഗ് വഴി അറിയിക്കും. ഒരുപാട് പേര് കാണണം എന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ വ്ളോഗൊക്കെ കാണുമ്പോൾ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ കാണാം അല്ലേ. ഇനി അപ്പം എന്നെ കാണണം തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ കാണാം അല്ലേ. അപ്പോൾ എന്തായാലും ഇക്കയും കുട്ടികളും അവിടെ നിന്ന് എടുത്തു ഡ്രസ്സ്. പിന്നെ നമ്മൾ നേരെ പോയത് സുഡിയോയിലോട്ടാണ്. ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തിട്ട് എന്ത് ചെയ്തു, പാൻറ്റ് അവർ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സുഡിയോന്ന് പാൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. സുഡിയോയിൽ വന്നപ്പം അതിലേറെ സെലക്ഷനുള്ള പോലെ എനിക്ക് തോന്നി കേട്ടോ ഷർട്ടിൻ്റെയൊക്കെ. ഇവിടെ ഒരാൾ പാൻറ്റ് തെരഞ്ഞ് നടന്ന് അവനക്കാണെങ്കിൽ വലിയ സൈസ്. പണ്ടൊക്കെ നമ്മൾ ഇച്ചിരി വലുതാവുമ്പോഴത്തേക്കും കരയും. എനിക്ക് അത്രയും വലുപ്പം ഇഷ്ടമല്ല കേട്ടോ. ഇവന് ഒരു 2 ആളെ കൊള്ളുന്ന രീതിയിലാണ് കേട്ടോ ഡ്രസ്സ് ഇടുന്നത്. എന്തിനാണ് അങ്ങനെയെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അവനെടുത്ത് കാണിച്ചതാണ്. എനിക്ക് റിഹാൻ എടുത്ത പാൻറ്റ് ഭയങ്കര ഇഷ്ടമായി. അയൻകുട്ടി പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ലൂസുള്ള ആട്ടോ എടുത്തത്. അങ്ങനെ അവരുടെ പർച്ചേസ് ഇപ്പോഴൊന്നും കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, താഴെ
താഴെ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ബില്ലെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. ഉപ്പാക്കും അവിടുന്ന് തന്നെ ഒരു വൈറ്റ് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്കും പിന്നെ ഉമ്മാൻ്റെ ഉമ്മാക്കും ഡ്രസ്സ് എടുക്കണം, സാരി എടുക്കണം. അപ്പം നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് സ്വയംവര സിൽക്സ് പാലക്കാട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാനല്ല ഞങ്ങളെല്ലാവരും വിചാരിച്ചു അവിടെ നിന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ പറഞ്ഞ പോലെ ഞാൻ ഏതൊക്കെയോ ഒരു ഇതിൽ കണ്ട ശേഷമാണ് കേട്ടോ പോയി നോക്കി. കുറേ വീഡിയോസൊക്കെ കണ്ടു ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ലൊരു ഇത് കണ്ടു കേട്ടോ. നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് മറ്റുള്ളവരുടെ വയറും മനസ്സും നിറയ്ക്കാൻ കഴിയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുമാത്രം പോരാ, നിങ്ങൾ ഒത്തിരി ഉയരങ്ങളിൽ എത്താൻ ഞാനും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അരവിന്ദ് MG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിന്നാണ് കേട്ടോ വന്നത്. ശരിക്കും അത് വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി, അതിലേറെ വിഷമം തോന്നി കേട്ടോ. നമ്മളെയൊക്കെ അത്രയും ഇഷ്ടപ്പെട്ട ആൾക്കാർ കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഇരട്ടി മധുരമാണെന്നൊക്കെ പറയാം. അപ്പോൾ സ്വയംവര സിൽക്സിൽ വന്നിട്ട് നമ്മൾ നോക്കി നമ്മുടെ ചോയ്സിന് പറ്റിയ സംഭവങ്ങളിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ നമ്മുടെ ചോയ്സിന് പറ്റിയൊരു ഇതില്ല. പിന്നെ ഉമ്മുമാക്കൊരു വൈറ്റ് സാരി മാത്രം അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം ഒരുപാട് പർച്ചേസ് നടത്തുന്നില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ, ആവശ്യത്തിന് മാത്രം. സാധാരണ നമ്മൾ പർച്ചേസിന് പോയി കഴിഞ്ഞാൽ കണ്ണും മൂക്കൊന്നും ഇല്ലാണ്ട് എടുക്കും. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ചെയ്യണ്ട എന്നുള്ളത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതാണ് കേട്ടോ. എന്നാലും ആവശ്യത്തിന് മാത്രം എടുക്കുന്നുണ്ട്. മറ്റേത് കുട്ടികൾ തന്നെ കുറേ എടുക്കും കേട്ടോ. അതെടുക്കട്ടെ ഇതെടുക്കട്ടെ ചോദിക്കുമ്പോൾ നമ്മളും ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് എടുത്തോ എന്ന് പറയും. പക്ഷേ ഈ പറഞ്ഞ പോലെ കുട്ടികളെ എല്ലാം അറിയിച്ചിട്ട് വളർത്തണമല്ലോ എന്നുള്ള ഒരു തോന്നലും കാര്യം ഒക്കെ നമുക്കും വരാൻ തുടങ്ങി. കാരണം ദിവസം ഓരോ ന്യൂസ് കേൾക്കുമ്പം കുട്ടികൾ ചോദിച്ചത് കൊടുത്തില്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ആദ്യം മുതലേ നമ്മൾ കൊടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് കിട്ടാണ്ടിരിക്കുമ്പോൾ അത് വല്ലാത്തൊരു ഇതായിരിക്കും. ഭാഗ്യത്തിന് എൻ്റെ കുട്ടിയുടെ ഏറി വന്നാൽ ഇപ്പം ചോദിക്കുന്നത് ആ ഡ്രസ്സ് എടുക്കട്ടെ ഈ ഡ്രസ്സ് എടുക്കട്ടെ. അതും റിഹാൻ അങ്ങനെ ചോദിക്കില്ല, അയാൻ കുട്ടിയാണ് ഡ്രസ്സിൻ്റെ കുറച്ചൊരു ഇത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും പെൺകുട്ടിയാണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും ഓർണമെൻറ്റ്സും ഡ്രസ്സും എല്ലാം കൂടെ ഒരു ഇതായിരിക്കുമല്ലോ എന്നിങ്ങനെ ഞാൻ ചിന്തിക്കും കേട്ടോ. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷോപ്പിങ്ങിന് പോണതും ഡ്രസ്സ് എടുക്കുന്നതും അതിട്ട് നോക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. റിഹാനക്ക് പിന്നെ അങ്ങനെ വലിയ താല്പര്യം, ഡ്രസ്സ് എടുക്കാൻ ഇഷ്ടമാണ് പക്ഷേ കുറേ പ്രാവശ്യം ഒന്നും ഇട്ടൊന്നും നോക്കില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സ്വയംവര സിൽക്സ് നിന്നും കല്യാണിലോട്ട് എത്തി. ഉമ്മാക്കുള്ള സാരി ഒക്കെ എടുത്തു. ഈ പറഞ്ഞ പോലെ തങ്കുമ്മാക്കും അവിടുന്ന് സാരി കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ഭാഗത്തുനിന്നും ഓരോ സാരികൾ എടുത്തു കേട്ടോ തങ്കുമ്മാക്ക്. അങ്ങനെ ഇനിയിപ്പോൾ അതൊന്നും ഞാൻ ഈ വ്ളോഗിൽ കാണിച്ചിട്ടില്ല, ഇൻഷാല്ലാ കാണിക്കാം. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പോയത് ലുലുവിലോട്ടാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്തു, എന്തായാലും പുറത്തിറങ്ങിയല്ലോ. അപ്പോൾ പെരുന്നാൾക്ക് ആവശ്യമുള്ള ഈ ഉള്ളി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അരി ഉള്ളി അങ്ങനത്തെ സ്പൈസസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് പെരുന്നാൾക്ക് കുറച്ച് വെജിറ്റബിളും മട്ടന് അങ്ങനെയൊക്കെ മേടിച്ചാൽ മതിയല്ലോ. എന്തായാലും പുറത്തിറങ്ങി. അപ്പോൾ ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. നോമ്പ് വെച്ച് നമ്മളിങ്ങനെ പുറത്തുകൂടെ പോയി ഓരോന്ന് വാങ്ങിച്ചിട്ടൊക്കെ വരുമ്പോൾ നല്ല ക്ഷീണമുണ്ട്, ഇല്ലയെന്നേ പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ലുലുവിലോട്ട് കയറാൻ പോവാണ്. ലുലുവിന്ന് നമുക്ക് വ്ളോഗൊന്നും അധികം എടുക്കാൻ പാടില്ല എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ ട്രൈപോഡിലൊക്കെ ഫോൺ വെച്ചിട്ട് പോയപ്പോൾ അവരങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഇടക്കും തലക്കൊക്കെ ഓരോ വീഡിയോ എടുത്തു. നമ്മളെന്തായാലും 3 രൂപയ്ക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്യല്ലേ. അപ്പോൾ എന്താ 1 മിനിറ്റിൻ്റെ ഒരു വ്ളോഗ് എടുക്കുമ്പോഴത്തേക്കും ഒന്നും സംഭവിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ചട്ടി ഇതൊക്കെ നോക്കി അവിടെ തന്നെ വെച്ചു. ഇപ്പോൾ തൽക്കാലം പാത്രങ്ങളൊക്കെ കയ്യിലുണ്ടല്ലോ, ഇല്ലാത്തപ്പം മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ മെയിനായിട്ട് ഫിഷ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ണമ്മീൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഭാഗത്തുനിന്ന് വന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഒരു ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. ഞണ്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് എപ്പോൾ വന്നാലും സുട്ടൂനിയാണ് കേട്ടോ ഓർമ്മ വരാറ്. സുട്ടൂനി ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എന്തായാലും? അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് നോക്കുകയാണ്, ഞാനും നോക്കുകയാണ്. സുട്ടുവിൻ്റെ പോലെ തന്നെ കുറേ മീനുകളുണ്ട്, പക്ഷെ ചിലതൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്, മരിക്കാനായോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും പിന്നെ ഉണക്കമീൻ സെക്ഷൻ, നല്ല ഫ്രഷ് ഉണക്കമീൻ എന്ന് പറയില്ലേ, അതേപോലെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രം കേട് വന്നിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും പോയി ഒരു ഇഡ്ഡലി പാത്രമൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ ബില്ല് ചെയ്യണം, നേരെ പോകണം. പിന്നെ സ്നാക്കും കാര്യങ്ങളൊക്കെ അവിടുന്ന് മേടിച്ചു കേട്ടോ, നോമ്പ് തുറക്കാനുള്ളത്. കാരണം വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാനുള്ള സമയമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്
വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വ്ളോഗിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അങ്ങനെ താഴോട്ട് വന്ന് ഇരിക്കുമ്പോഴാണ് നമ്മൾ തണ്ണീർപന്തൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ജിഗർതണ്ട മേടിച്ചു. അപ്പോൾ ജ്യൂസിൻ്റെ കാര്യത്തിലും തീരുമാനമായി. നല്ല ടേസ്റ്റാണ് കേട്ടോ ജിഗർതണ്ട കുടിച്ചവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. കുടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ കാർ വാഷിങ്ങിന് നമ്മൾ ലുലുവിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തായാലും കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോഴേക്കും കാറൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഗുണമല്ലേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ കഹാനി ബൊട്ടീക്കിലോട്ട് മണ്ണാർക്കാടുള്ളവരൊക്കെ പോയി നോക്കുക. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഓൺലൈനിൽ ആവശ്യമുള്ളവർക്ക് ഞാൻ താഴെ നമ്പർ കൊടുക്കാം. നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പിക്ചറും ഒക്കെ അവർ അയച്ചു തരും. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്യുമ്പോൾ ജിനീസ് കിച്ചൺ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ജിനീസ് കിച്ചണിൽ കണ്ടിട്ട് കോൺടാക്ട് ചെയ്യുകയാണെന്നുള്ള ഒരു കാര്യം കൂടെ അവിടെ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബ്ലോഗ് ബൈ.